ഇന്ന് നമുക്ക് ചക്ക നുള്ളിപ്പറിക്കാം. ജാനുവല്ല വെട്ടി പറക്കിയത് കേട്ടോ. അമ്മേ എനിക്ക് വയ്യ, മടിയാ. അല്ല, ഞാൻ വേറെ ജോലി ചെയ്തുകൊണ്ടിരുന്നേ. അപ്പോഴ് എല്ലാം കൂടെ എനിക്ക് പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാം കൂടെ എനിക്ക് പറ്റുമോന്ന്. ഞാൻ പറഞ്ഞു പതുക്കെ ഒരാൾ വെട്ടിയിട്ട് കൊടുത്ത് ഒരാൾ ഇങ്ങനെ പറക്കി തന്നു. ഇനിയിപ്പം ഇത് നുള്ളിപ്പെറുക്കി അരിഞ്ഞ് വേവിക്കേണ്ടത് എൻ്റെ കടമയാണ് കേട്ടോ. ചവിന് കൂടുതലില്ലാത്ത നമ്മുടെ ആദ്യമായിട്ടുണ്ടായ ചക്കയാണ്. നമ്മുടെ പ്ലാവയിൽ ആദ്യമായിട്ടുണ്ടായ ചക്കയാണ്. ചവിന് കുറവാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പം നുള്ളിയൊക്കെ പെറുക്കാം. നുള്ളി പെറുക്കി അരിയാം. ഇവിടെ ഇപ്രാവശ്യം അങ്ങനെ വേവിച്ചില്ല ചക്ക. അപ്പോൾ ഇന്നിച്ച് വേവിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ പരാതി പറയുന്ന ഓരോരുത്തരെ ചക്ക വേവിച്ച് തന്നില്ല ഇന്നലെ. അപ്പോഴാ പരാതി നമുക്കങ്ങ് തീർത്ത് കൊടുക്കാം. വേവിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ നുള്ളിപ്പറക്കുന്ന കാണിക്കും. ഇതിനകത്ത് വലുതായിട്ട് അരക്കില്ല കേട്ടോ. അരക്ക് ഓരോ സ്ഥലത്തും ഓരോന്നല്ലേ പറയുന്നത്. അരക്ക് പിന്നെന്തുവാ? വേറെ എന്തെങ്കിലും ഭാഷയുണ്ടോ? വേറെ എന്തെങ്കിലും ഭാഷയുണ്ടോ ഇതിന്? എനിക്ക് അറിയത്തില്ല കേട്ടോ. കുറേശ്ശെ അങ്ങ് അരിഞ്ഞില്ല. എനിക്ക് കയ്യുറയൊന്നും വേണ്ട അരിയുന്നത് കേട്ടോ. എനിക്കത് കയ്യുറയിട്ട് അങ്ങനെ ശീലമില്ല. ഞാനിങ്ങനെ തന്നെ അരിയുന്ന കേട്ടോ. എൻ്റെ കയ്യൊന്നും മുറിഞ്ഞൊന്നും പോകത്തില്ല. സൂക്ഷിച്ച് അങ്ങ് അരിയും. മേലെ മേലെ മാനം മാനം മേലെ മേലെ മാനം മാനം. കുറേശ്ശെ നമുക്കിങ്ങനെ ആക്കിയിടാം. കുറച്ചേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചേക്കാം. നുള്ളി പറക്കിയേ കുറച്ച് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചേക്കാം. ചക്ക മാങ്ങ അല്ലേ? ഈ ഒരു സമയം അതിനായിട്ടുള്ള സമയമാണ്. ചക്ക മാങ്ങ അല്ലേ? വേണോ ചക്ക? വാ. ചക്കയ്ക്കൊപ്പുണ്ടോ ചങ്ങാതി പക്ഷി?
ഇനി ചക്ക വേവിച്ച് നമുക്ക് കഴിക്കാം കേട്ടോ. ചക്കക്കാരെയല്ല നമുക്കിത് കൊതിപ്പിക്കാം. പകുതി ചക്കയും വായിലോട്ടാണ് പോകണം കേട്ടോ. നമുക്ക് ചക്ക വേവിച്ചും കഴിക്കണം, പച്ചയും കുറച്ച് കഴിക്കണം. അല്ലേ, നല്ല സുഖമല്ലേ? നല്ല ചക്ക ഞങ്ങൾ കേട്ടോ. ആദ്യമായിട്ട് ചക്ക കിട്ടിയതാണ് നമ്മുടെ പ്ലാവിൽ നിന്ന്. നല്ല ചക്കയാണേ, സൂപ്പറിയൊക്കെയാണേ. വേണ്ടവരൊക്കെ വാ കേട്ടോ, തീരുന്നതിന് മുന്നേ വായു. ഞാൻ സ്പീഡിൽ പറക്കാം, നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവത്തില്ലേ, അത് ഞാൻ സ്പീഡിൽ നുള്ളി പറക്കോ കൂട്ടുകാരെ, സ്പീഡിൽ നുള്ളി പറക്കൂ. ഇത്ര സ്പീഡൊന്നും ഇല്ല കേട്ടോ, ഞാനിങ്ങനെ സ്പീഡിൽ നമ്മൾ നുള്ളി പറക്കുകയാണ് കേട്ടോ. ഞാനല്ലേ ഒരു 2-3 ചുള കൂട്ടി വെച്ച കഴിയും. ദേ ഇങ്ങനെ 2-3 ചുള കൂട്ടി വെച്ച കഴിയും. അപ്പോഴേ എളുപ്പമല്ലേ, എളുപ്പമാണ്. അരിയിൽ കാണിച്ചു തരാം കേട്ടോ. ആരോരുമില്ലാത്ത കാലത്തു ഞാനൊരു സുന്ദരി സുന്ദരി ഏയോട്ടോ സുന്ദരി സുന്ദരി ഒന്നരിങ്ങി വാ, നാളെയാണ് തങ്ങൾ നീയും വരന്റെ സുന്ദരി സുന്ദരി ഒന്നരിങ്ങി വാ, നാളെയാണ് താങ്കളം. ഞാൻ കഴിക്കുന്നതിന് ബാക്കി മതി വേവിക്കുന്നത്, അത്ര ഉള്ളത്തില്ല. ഞാനിവിടെ പറഞ്ഞു ഞാൻ കഴിച്ചതിന് ബാക്കി കഴിച്ചാൽ മതി നിങ്ങളൊക്കെ. ദേ ഇങ്ങനെ 2-3 ചുള കൂട്ടി വെച്ച് ഞാൻ അരിയുന്നത് കേട്ടോ.
ഏകദേശം നമ്മുടെ ചക്കയൊക്കെ ഉള്ളിപ്പറക്കി ചുപ്പ് കൂട്ടി അരിഞ്ഞു കഴിഞ്ഞു, കഴിയാറായി വരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ എൻ്റെ യാത്രയിൽ നിങ്ങളും കാണുമല്ലോ, അത് കളഞ്ഞിട്ട് പോകും. വഴിയിലെങ്ങാനും കളഞ്ഞിട്ട് പോവോ പിള്ളേരെ എന്നെ? നിങ്ങൾ വഴിക്ക് എന്നെ കളഞ്ഞിട്ടിട്ട് പോവോ? അല്ല, എൻ്റെ സംശയം കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. നിങ്ങളെന്നെ വഴിക്ക് ഇട്ടിട്ട് പോവോടെ? പോവല്ലേ, പാവമല്ലേ ഞാൻ ഒരു പാവം ജാനുവല്ലേ. വേലയെടുത്ത് മടുത്ത്. എന്നിട്ടും പറയുന്നത് എന്താണ് നിനക്കിവിടെ ജോലി? നടു ഒടിഞ്ഞു. നമ്മൾ ചെയ്യുന്ന പണിയൊന്നും ആരും കാണുന്നില്ലെന്നാണ് സത്യം. പിന്നെ കുറച്ച് പേരൊക്കെ ഇപ്പം കാണുന്നുണ്ട് എൻ്റെ പണി എന്താണെന്നൊക്കെ അല്ലേ. ഇവിടെ വീഡിയോ ഒക്കെ ഇടുന്നത് കൊണ്ട്. അല്ലാതെ ഇപ്പം നാട്ടുകാർ നമ്മളെ കാണുന്നുണ്ട് അല്ലേ. നാട്ടുകാരൊന്നും നമ്മളെ കാണുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങാത്തത് വെളിയിൽ ഇറങ്ങാത്ത ആളായതുകൊണ്ടേ നമ്മൾ ജോലി ചെയ്യുന്നത് വല്ലവരും കാണുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നോട്ട് ആരെങ്കിലുമൊക്കെ 10 പേര് കാണുന്നു. അത് തന്നെ ഒരു സമാധാനം അല്ലേ. അപ്പോൾ കൂടെ കാണുമല്ലോ എല്ലാവരും എൻ്റെ യാത്രയിൽ. നിങ്ങളൊപ്പം ഉണ്ടാവുമല്ലേ. കാണണേ, കളഞ്ഞിട്ട് പോവല്ലേ. പാവല്ലേ ഞാൻ. സ്പീഡിൽ തുള്ളി പറക്കും കേട്ടോ. എല്ലാം ആയി കേട്ടോ, ബാക്കിയെല്ലാം ആയി. ചക്ക ഇനി നമുക്ക് അങ്ങോട്ട് വെച്ചാൽ മതി. ബാക്കിയെല്ലാം ഒരുവിധമായി. ചെങ്കലവ കിട്ടി, അത് കറി വെച്ചു, വറുത്ത്, പച്ചമോര്, ചമ്മന്തിപ്പൊടി, നാരങ്ങ അച്ചാറ്, പപ്പടം, ചക്ക വേവിച്ചത്, അങ്ങനെയൊക്കെ പോകും നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കേട്ടോ. വേവിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. വേവിക്കുന്നതൊക്കെ ഇനി നമ്മുടെ അടുക്കള വിശേഷത്തിനകത്തൊക്കെ എപ്പോഴെങ്കിലും വേവിക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. ഇന്നിപ്പം നമുക്ക് ഇത് പിടിച്ചിട്ടില്ല, അവിടെ പോയി അതും കൂടെ പിടിച്ച് ഒത്തിരി സമയമാവും. അപ്പോഴും നമുക്ക് ഇതൊക്കെ മതി കേട്ടോ. ഇത്രയും തുള്ളി പറക്കുന്ന എല്ലാവരും തുള്ളി പറക്കുന്ന കേട്ടോ. ഞാൻ ചുമ്മാ പിന്നെ എനിക്ക് ബോറടിക്കത്തില്ലല്ലോ, തുള്ളി പറക്കുമ്പോൾ അരിയുമ്പം ബോറടിക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കെല്ലാം മടിയാണ്, ഒന്നോർത്ത മടിയാണ് തുള്ളി പറക്കുന്നതും. അമ്മമാർ പറയുന്ന അരക്ക് പറ്റും അവളുമാരുടെ കയ്യിൽ നേരാണ് അമ്മമാരെ. ഞങ്ങളൊക്കെ മടിച്ച് കോതകളാണ്. നിങ്ങളുടെയൊക്കെ സമയത്തായ സമയത്ത് നിങ്ങളൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ചക്കയ്ക്ക് വലുതായിട്ട് അരക്കില്ല കേട്ടോ. ഇവിടെ ചക്കക്കുരു ഒന്നും ഇടാറില്ല കേട്ടോ. ഇവിടെ ചക്കക്കുരു കാണുമ്പോഴേ ഇവിടെ ഓടും. ഇവിടെ നമ്മൾ ചക്കക്കുരു ഒന്നും ഇടാറില്ല കേട്ടോ, ഇഷ്ടമല്ല. പക്ഷെ ചക്കക്കുരു ഇട്ടാൽ ചക്ക വേവിക്കുന്നതിൻ്റെ ഒരു ഉറപ്പ്, ഒരു രുചി വരും. എന്ത് ചെയ്യാനാ, ഒരു തരത്തിൽ ചക്കക്കുരു ഇടാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അരിഞ്ഞൊക്കെ കഴിഞ്ഞോട്ടെ. ഇത് തേങ്ങ തിരിഞ്ഞ് ചതച്ചൊക്കെ വെക്കട്ടെ. നോക്കട്ടെ, കുക്കറിനകത്ത് ഇതൊക്കെങ്കിൽ അതിനകത്ത് വയ്ക്കുക. അല്ലാതെ പിന്നെ അല്ലെങ്കിൽ വേറെ ഉരുളിക്കകത്ത്, എൻ്റെ ഉരുളിയുണ്ടേ, ഉരുളിക്കകത്ത് നല്ലതാണ് ചക്ക വെച്ച് കഴിക്കാൻ കേട്ടോ. നിങ്ങൾ ചക്ക വെച്ച് കഴിക്കണം, ഉരുളിക്കകത്തൊക്കെ സൂപ്പറാണ്. നമ്മൾ അവിയലും അടിപൊളിയാണ് കേട്ടോ. അവിയലും നമ്മൾ ഓട്ടുരുളിക്കകത്ത് വെച്ച് നോക്കണം കേട്ടോ, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കവറുക്ക് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. കുഞ്ഞു വിശേഷങ്ങളായിരുന്നു, വലിയ വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പറക്കിയപ്പോൾ ഞാൻ നിങ്ങളിത് കാണിച്ചു എന്ന് മാത്രം. ഇതൊക്കെ മെഴുക്കുവരട്ടി വയ്ക്കാൻ നല്ലതാണ്. ഇതിൻ്റെ പോളാന്ന് പറയത്തില്ലേ, അതൊക്കെ പണ്ടത്തെ അമ്മമാർ മെഴുക്കുവരട്ടി വയ്ക്കാറുണ്ട്. അതിൻ്റെ ആ നരം ഈ തുമ്പത്തൊരു സാധനമുണ്ട്, അത് കളഞ്ഞിട്ട് മെഴുക്കുവരട്ടി വയ്ക്കാറ്, സൂപ്പറായിരുന്നു. അപ്പോൾ നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ